ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ. അപ്പോൾ നമ്മളിതാ അപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ കല്യാണത്തിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, മാഷാ അല്ലാഹ് ഒക്കെ റാഹത്തായി കഴിഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കല്യാണ തലേന്നത്ത് ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞ പാടുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് കലാശക്കൊട്ട് അറിയാലോ, നമ്മൾ എത്ര പാറി പറന്ന് കാര്യങ്ങൾ ഒരുക്കിയാലും തലേന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ കിച്ചു കല്യാണത്തിന് 2-3 ദിവസം മുന്നേ കൂടിയല്ലേ വന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ ചായ കൂടി കഴിഞ്ഞേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ കല്യാണ തലേന്ന് ഞങ്ങൾ ആദ്യം വന്നിട്ടുള്ളത് ഇത് എവിടേക്കാണ് കേട്ടോ. നമ്മൾ ആറ്റൻ്റെയും ബബുലുൻ്റെയും ലിനുവിൻ്റെയും ഫിനുവിൻ്റെയും ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളാഞ്ചേരി മാട്ടിമാളിൻ്റെ 2nd ഫ്ലോറിലുള്ള ഡയാന മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ വന്നിരിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഹെയറൊക്കെ വാഷ് ചെയ്തു. കല്യാണത്തിൻ്റെ അന്ന്, അതായത് നാളത്തെ ദിവസം നമ്മൾ ആറ്റയുടെയും ബബുലുവിൻ്റെയും മുടി കെട്ടി വെക്കാണ്ട് പരത്തിയിട്ടിട്ട് ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കട്ടെ. അവരുടെ ഡ്രസ്സിന് അതായിരിക്കും കൂടുതൽ രസം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം വന്നിട്ട് 2 പേരുടെയും മുടി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ലിനുവിൻ്റെയും ഫിനുവിൻ്റെയും കിച്ചു പറഞ്ഞിരുന്നു ലിനുവിൻ്റെ മുടി കിച്ചു വന്നതിന് ശേഷം ചെയ്താൽ മതി. അവൻ്റെ മുടി കളയാൻ കിച്ചുവിന് തീരെ ഇഷ്ടമല്ല, ലിനുവിനും ഇഷ്ടമല്ല. പിന്നെ ഫിനൂട്ടനെ സ്കൂളിൽ അങ്ങനത്തെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും വല്ലാണ്ട് അവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ വലിയ രീതിയിൽ മോഡലും കാര്യങ്ങളും ചെയ്യുന്നില്ല. പക്ഷേ ലിനൂട്ടൻ്റെ മുടി തൊട്ട് കളിക്കുന്നത് കിച്ചു ഭയങ്കര ബേജാറാണ്. അങ്ങനെ അത് ആറ്റയുടെ മുടിയും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആറ്റയുടെ ഹെയർ ചെയ്ത് കാണാനായിട്ട്. ബബുലുവിൻ്റെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരുതും കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആറ്റയുടെ മുടിയാണ് ബബുലുവിനൊക്കെ ഇച്ചിരി കൂടി ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ബബുലുവിൻ്റെ മുടിയാണ് നല്ല തിക്കെങ്കിലും ആറ്റയുടെ മുടിയാണ് ഇച്ചിരി ലെങ്ത്. എന്തായാലും 4 ആളെ ഹെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ചെറിയ പരിപാടികളും കൂടി ഉണ്ട്. ടൈറ്റ് ഉണ്ടോ? എത്ര സൈസ് വരുന്നതാ? ആറ്റക്കും ബബുലിക്കും കല്യാണത്തിന് അന്നിടാനുള്ള ചെരുപ്പ് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡ്രസ്സിന് നല്ല മാച്ചായിട്ടുള്ള ചെരുപ്പായിരുന്നു. പക്ഷെ വന്ന് നോക്കിയപ്പോൾ സൈസിൽ ചെറിയ മാറ്റം. അപ്പോൾ ഞാനത് റിട്ടേൺ വിട്ടു. പക്ഷേ ഇനി കിട്ടുമ്പോൾ കല്യാണത്തിന് സമയം കഴിയുമല്ലോ. അപ്പോൾ നാളെ കല്യാണമല്ല, അതാണ് തലേ ദിവസം വെച്ചിട്ട് ഇങ്ങനെ പെടാപ്പാടിട്ട് ഓടുന്നുണ്ട്. എന്തായാലും ജ്വല്ലറിക്ക് ഗോൾഡ് എടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് വന്ന് മുടിയും സെറ്റ് ചെയ്തു. അവർക്കുള്ള ചെരുപ്പും ഇച്ചിരി ഫാൻസിയും കൂടി എടുത്ത്, ഫാൻസി സാധനം എടുക്കൽ കഴിഞ്ഞിരുന്നു. എന്നാലും അവർക്ക് കണ്ടപ്പോൾ അത് വീണ്ടും ഒരു പുതിയ. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ട 2-3 സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നേരെ കാലടിക്ക് വിടുക കേട്ടോ. ഞങ്ങൾ കാലടിയിൽ നിന്ന് പോരുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഗസ്റ്റും കാര്യങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ, പക്ഷേങ്കിൽ ഇപ്പം ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്നത്തെ വിശേഷങ്ങൾ ചെന്ന പാടൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെല്ലാവരും സാരി ആയിരുന്നു കേട്ടോ. തലേന്ന് ചെറിയൊരു മെഹന്തി ഫംഗ്ഷൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ നാത്തുമാരെല്ലാവരും കയറുന്ന സാരിയൊക്കെ ചുറ്റി അവൾക്കും സാരിയൊക്കെ ഉടുപ്പിച്ചു. പിന്നെ ചെറിയൊരു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ചെറിയ ഒപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തലേന്നത്തെ ചെറിയൊരു മൈലാഞ്ചി കല്യാണം കേട്ടോ ഇനി കാണാൻ പോണത്. Okay, okay. Ready, 1, 2, 3, start. Okay. എൻ്റെ പൊന്നാരെ, ചാനലിന് വേണ്ടിയിട്ട് പല രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ തന്നെ എടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഈ ഫോട്ടോഗ്രാഫർ പറയുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കാനും ഒരു ഫോട്ടോ എടുക്കാനും കിടന്ന ഒരു പടാപ്പാടാണ് ഈ കാണുന്നത് കേട്ടോ. നേരെ തിരിഞ്ഞിരിക്കും, നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു അവളെ നീ നടന്നു പെണ്ണെ പുന്നാരം എന്ന മയിലാഞ്ചിരവനെ തേടി
നമ്മളെ വീട്ടിലെ കല്യാണം ആകുമ്പോൾ എങ്ങനെയായാലും നമുക്കത് ഫുള്ളായിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കലും കാര്യങ്ങളും ചെയ്യാൻ നടക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ എടുത്തുന്ന വീഡിയോസൊക്കെ പാടും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസത്ത്. പിന്നെ ഞങ്ങളെ ഫാമിലീസിൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഫോട്ടോഷൂട്ടും മക്കളെയും ഞങ്ങളെയും ചെറിയ രീതിയിലുള്ള ഓരോരോ കലാപരിപാടികളും ഒക്കെ പാടിയായിട്ട് അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് ആഘോഷമാക്കിയിട്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയൊക്കെ കാണിക്കാനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നാളത്തെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ തലേന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കല്യാണ ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണുന്നവരൊക്കെ എല്ലാവർക്കും അസ്സലാമു.